ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇ ഡി ഏറ്റെടുത്തു. ഇ ഡിക്ക് കൈമാറി കഴിഞ്ഞു SIT. ഇപ്പൊ SITയുടെ അന്വേഷണത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം എത്തിയിരുന്നു. അപ്പോൾ തന്നെ ഹൈക്കോടതി ഈ ദേവസ്വം അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് ഇത്ര കാലതാമസം എന്നൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. SIT തന്നെ ഹൈക്കോടതിയുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇ അന്വേഷണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത? ഇത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? അതോ മുൻപ് പല കേസുകളിലും ED പേടിയിൽ എന്ന് പറയുകയും എന്നാൽ പിന്നെ അത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളാകെ CPMനെ സംശയിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നിലച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതി. അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് ശ്രീകുമാറിന്റെ അറസ്റ്റ് നടക്കുന്നു. പക്ഷേ മറ്റുന്നതരിലേക്ക് അറസ്റ്റ് എത്താത്തത് എന്താണെന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കോടതി ഉന്നയിച്ചത്. ദേവസ്വം അംഗങ്ങളെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു പ്രസക്തമായ ചോദ്യമാണ് കോടതി ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ? ഇല്ല, ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഈ സ്വർണം വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ സ്വർണം നവീകരണത്തിനായി എത്തിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെയും ഈ സ്വർണം വാങ്ങിയ കർണാടക സ്വദേശിയായ ഗോവർദ്ധനെയും ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇവരിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിമലയിലെ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ പോയ ആളുകൾക്കറിയാം, ശബരിമലയിലെ ഏകദേശം നിലയ്ക്കൽ ശബരിമല പമ്പയിൽ നിന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ മാറിയുള്ള പ്രദേശമാണ് നിലയ്ക്കൽ നിന്ന് തുടങ്ങി ശബരിമല സന്നിധാനത്ത് വരെ, അല്ലെങ്കിൽ ശബരിമല സന്നിധാനം കഴിഞ്ഞ് ഒരക്കുഴിയും കഴിഞ്ഞ് പുൽമേട് വരെ CCTV ക്യാമറകൾ എല്ലായിടത്തുമുണ്ട്. ശബരിമലയിൽ നിരവധിയായ CCTV ക്യാമറകളും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മാത്രം ഒരു കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്ന ഇതൊന്നും വില കുറഞ്ഞൊന്നും ആയിരിക്കില്ലല്ലോ, കോടികൾ ചെലവഴിച്ചായിരിക്കുമല്ലോ. എല്ലാ ഒരു മനുഷ്യന്റെ കാൽപാദത്തിന്റെ കാൽവിരൽ വരെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന CCTVകളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാം 100% പ്രവർത്തിക്കുന്നു, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. മകരവിളക്ക് മഹോത്സവ സമയത്ത് മാത്രമല്ല, നട അടയ്ക്കുന്ന സമയത്തും ഈ CCTVകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം കൊണ്ടുപോയിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ കഴിയുക? ഉന്നത ഉദ്യോഗസ്ഥരുടെ, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരാണ്. ഇവരുടെയൊന്നും അനുമതിയില്ലാതെ, അറിവില്ലാതെ ഇത്തരം സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും 2 ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ എ പത്മകുമാർ, N വാസു, ഈ 2 പേരെ അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യം മാത്രമാണ്. ഇതിൽ പത്മകുമാർ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്തനംതിട്ട അറസ്റ്റ് ചെയ്യാൻ തന്നെ വളരെയധികം മുൻ MLA ആണ്. CPMന്റെ സമുന്നതനായ നേതാവാണ്. വാസു ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. CPMന്റെ മാനസപുത്രനാണ്. CPMവുമായി എല്ലാവിധ ബന്ധവുമുള്ള ആളാണ്. മുരാരി ബാബു എന്ന് പറയുന്നത് CPM അനുകൂല ദേവസ്വം ജീവനക്കാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഇനി ഈ വാസുവിന്റെ കാലത്തും പത്മകുമാറിന്റെ കാലത്തും അംഗങ്ങളായിരുന്ന ആളുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയില്ല എന്നൊരു പ്രസക്തമായ ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു. 2 പത്മകുമാറിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ ആളുകളുണ്ട്. എന്തുകൊണ്ട് ഏറ്റവും അവസാനം പ്രശാന്താണ് പടിയിറങ്ങിയത്, പ്രശാന്തിലേക്ക് എത്തിയില്ല? അതിന്റെ മുമ്പുണ്ടായിരുന്ന അനന്തഗോപനിലേക്ക് എത്തിയില്ല? ഈ ഒരു ചോദ്യം കോടതി ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം സർക്കാർ നൽകണം. ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ കോടതി EDക്ക് കൈമാറിയത്. EDക്ക് കൈമാറുമ്പോൾ ചേച്ചി പറഞ്ഞത് 2 സാധ്യതകളാണ് നിൽക്കുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഈ കേസ് കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിലൊന്നായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമായ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത കേസ് ED നേരായ രൂപത്തിൽ അന്വേഷിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMന്റെ പല പ്രമുഖർക്കും ജയിലിൽ നിന്ന് വോട്ടവകാശം ചെയ്യാൻ വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതൊന്നും CPMന് പുത്തരിയല്ല. ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ BJPക്ക് നിലവിൽ MLA-മാരൊന്നുമില്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ അധീനതയിലുള്ള, അതായത് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണ് ദേശീയ അന്വേഷണ സംഘവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED പ്രവർത്തിക്കുന്നത്.
കേരളം ഭരിക്കുന്നത് CPM ആണ്. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മകൻ വിവേക്, ഈ 3 പേർക്കെതിരെയും EDയുടെ നോട്ടീസ് വന്നിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അല്ല, മകനെതിരെ EDയുടെ സമൻസ് ഉണ്ടായിരുന്നു, അത് അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, ഇവിടെ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് എന്റെ മകൻ അറിയില്ല. ഇത് രണ്ടും തമ്മിൽ എന്ത് പൊരുത്തക്കേട്? അങ്ങനെ ഇതുകൊണ്ട് ഈ 3 പേർക്ക്, ഒരു കുടുംബത്തിലെ 3 പേർക്ക്, അച്ഛനും 2 മക്കൾക്കെതിരെ ED അന്വേഷണം നടന്നിട്ട് ആ സമൻസ് ഒന്നും പിന്നെ ഒരു സമൻസും ഇല്ല, ഒരു ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ട്. അതായത് ഈ വീണ വിജയൻ ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ED അന്വേഷണം നടത്തിയ വേറെ ചില കേസുകളുണ്ട്. കേരളത്തെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം കുറച്ചാളുകളെ, ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തതെന്നല്ലാതെ വൻ സ്രാവുകളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്വപ്ന സുരേഷ് എന്തെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഈ കടകംപള്ളി മന്ത്രി കെ.ടി. ജലീൽ അടക്കം, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർത്തിയിട്ടും EDയുടെ അന്വേഷണം എങ്ങനെയൊക്കെ കണ്ടത് മലയാളികൾ കണ്ടത്. എന്നാൽ സർക്കാരിന് താല്പര്യമുള്ള കേസുകളിൽ അവർ സ്വമേധയാ കേസെടുക്കാൻ നിർബന്ധിക്കും. പക്ഷേ ഇതിൽ ഇത്രയധികം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും അതിൽ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇതേ ED കർണാടകയിലെത്തുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതാവ് PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയും പിന്നീട് അത് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിനെ ജയിലിലടച്ചത് ഇതേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. P. ചിദംബരവും DK ശിവകുമാറും മാത്രമല്ല, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അമ്മ സോണിയാഗാന്ധിയെയും ജയിലിലടയ്ക്കാൻ എല്ലാ പഴുതുകളും അടച്ച് ശ്രമം നടത്തിയിട്ടും കഴിഞ്ഞ ദിവസം ED ഒരു കുറ്റപത്രം കോടതി തള്ളുകയുണ്ടായത്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ നിരന്തരം വേട്ടയാടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ CPM നേതാക്കന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവരെ സംരക്ഷിക്കുന്ന, അവരെ സുരക്ഷിതമാക്കി കുറ്റവിമുക്തരാക്കുന്ന ഏജൻസിയായി ED മാറിയിട്ടുണ്ടെന്ന് ആക്ഷേപം കേരളത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻ EDയുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള ഒരു ഓപ്ഷൻ, നേരാം വണ്ണം ED കേസ് അന്വേഷിച്ചാൽ ഉന്നതരായ CPM നേതാക്കന്മാർക്ക് പലർക്കും ജയിലിലേക്ക് പോകാം. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയും CPMും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി, ഒരു ഡീൽ ഉറപ്പിച്ച് BJPക്ക് ചില സീറ്റുകൾ സംഭാവന ചെയ്യാം, ED കേസിൽ നിന്ന് ഞങ്ങളെ നേതാക്കന്മാരെ മുക്തരാക്കി തരണമെന്ന് CPM ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും ഒരു പക്ഷേ അതിന് വഴങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും. കാരണം അവർക്ക് താമര വിരിയിക്കാനുള്ള എളുപ്പ വഴിയാണ് CPMനെ പ്രീതിപ്പെടുത്തുക എന്നത്. നേരത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പല കേസുകളിലടക്കം കേരളത്തിൽ CPMും BJPയും തമ്മിലുള്ള അന്തർധാരയുണ്ട്. കേരളത്തിൽ CJP ആണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകും? ED കൃത്യമായി അന്വേഷിക്കുകയാണെങ്കിൽ CPMന്റെ പലർക്കും ജയിലിൽ പോകാം. ED അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ BJPക്ക് അടുത്ത നിയമസഭയിൽ അംഗങ്ങൾക്ക് നിയമസഭയ്ക്ക് അകത്ത് പോകാം. ഈ രൂപത്തിൽ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത ദിവസം സിസ തോമസിന്റെ അധികാര കൈമാറ്റവുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ നടന്നത്? ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന പോര് ചില്ലറയായിരുന്നു. ഇവിടെ മാധ്യമങ്ങൾ എന്തുമാത്രം അത് ചർച്ച ചെയ്തു. SFIയുടെ നേതാക്കന്മാർ ഘോരം ഗവർണർക്കെതിരെയും ഭാരതാംബയ്ക്കെതിരെയും എല്ലാം പ്രസംഗിച്ച് മറിച്ചായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് BJPയുമായ ഒരു ധാരണയിലെത്തിയതിൻ്റെയോ ഒരു കൈകോർക്കലിൻ്റെയോ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെല്ലാം, അതായത് ഗോ ബാക്ക് വിളിച്ച SFI നേതാക്കന്മാർ ചിരിച്ചുകൊണ്ട് ഇവരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തുന്നു. ആ രംഗം കേരളം കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ധാരണയുടെ തന്നെ BJPയും CPMും തമ്മിലുള്ള ധാരണയുടെ ഒരു ഇതാണ് നമ്മൾ അതിലും കണ്ടത്. അപ്പോൾ ഈ ED അന്വേഷണത്തിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള കേസ് മാറുകയും അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു ധാരണയും ഈ ഒരു പ്ലേയും നമ്മൾ കേരളം കണ്ടത്. അപ്പോൾ ഇതിൽ വെറുതെ ഉള്ള ആരോപണങ്ങളല്ല ഇവിടെ നടക്കുന്നത്. BJPയും CPMും തമ്മിലുള്ള ധാരണ ഉണ്ട് എന്നുള്ളത് അതെല്ലാം വ്യക്തമായ തെളിവോടുകൂടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉന്നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ED അന്വേഷണം എത്രത്തോളം സക്സസ് ആവും എന്ന കാര്യത്തിൽ കേരളം ആശങ്കയോടെ തന്നെയാണ് അതിനെ കാണേണ്ടത്. തീർച്ചയായും കേരളം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാന്തിക്കുന്ന രൂപത്തിൽ SFIക്കാരെ കൊണ്ട് സമരം ചെയ്ത അവസാനം സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ VCI നിയമിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. സമാന രൂപത്തിൽ ED കേസ് ഒരുപക്ഷെ ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെ ഉന്നത നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറക്കുമോ, അതോ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കള്ളന്മാരെ മാത്രമല്ല കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരെ കൂടി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ED തയ്യാറാകുമോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ശബരിമല CPMന്റെ അടിവേർ അറുക്കുമെന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടത്.
ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നിലപാട് എന്തായിരിക്കും? അതിൽ എനിക്കൊരു സംശയം തോന്നാനുള്ള ഒരു കാരണം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2018 സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റാൻ പഠിച്ച പണി 18 CPM സർക്കാരും ശ്രമിച്ചപ്പോൾ ആ സർക്കാരിനെതിരെ സമരരംഗത്തിറങ്ങിയത് എന്തു പറഞ്ഞാലും BJP ആയിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമായത് കേരളം കണ്ടതാണ്. വലിയ സംഘർഷങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ കണ്ടതാണ്. പക്ഷേ ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ചെറുവിരൽ അനക്കാൻ ഒരു സമരം നടത്താൻ കേരളത്തിലെ BJPയോ സംഘപരിവാർ സംഘടനകളോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് അവരെ സംരക്ഷിക്കാനുള്ള അന്തർനാടകം ഉണ്ടാകുമോ? BJP CPM ഡീൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇതിൽ ഉണ്ടാകുമെന്നത് നമുക്ക് കണ്ടറിയാം. ഇത് മാത്രമല്ല, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ സ്വർണ്ണക്കൊള്ള കോൺഗ്രസിന്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും.